നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മാതൃഭൂമിയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് അശാന്തം പാകിസ്ഥാൻ എന്ന തലക്കെട്ടോടുകൂടി പാകിസ്ഥാനിലെ വിവിധ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇന്ത്യ തിരയുന്ന ഭീകരനെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു എന്ന തലക്കെട്ടോടുള്ള ആദ്യ വാർത്ത. അതായത് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ-ഇ തൊയ്ബയുടെ ഉന്നത കമാൻഡറും ജമ്മു കാശ്മീരിലുണ്ടായ ഒട്ടേറെ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനുമായ അബൂ ഖത്തലിനെ പാകിസ്ഥാനിൽ വെച്ച് അജ്ഞാതർ വെടിവെച്ചു കൊന്നു. ശനിയാഴ്ച രാത്രി പഞ്ചാബ് പ്രവിശ്യയിലെ ഝലം മേഖലയിലാണ് സംഭവം. ഇസ്ലാമാബാദിനു സമീപം ലോകത്തിൽ പങ്കെടുത്ത ജീപ്പിൽ മടങ്ങി വരവേ ബൈക്കിലെത്തിയ രണ്ടുപേരാണ് വെടിവെച്ചിട്ടത്. അംഗരക്ഷകൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടെ ആദ്യം നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിൽ വീണ്ടും ഭീകരാക്രമണം. 90 സൈനികരെ വധിച്ചെന്ന BLA, 5 സൈനികർ കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാൻ പറയുന്നു. അതിൻ്റെ ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. തീവണ്ടി തട്ടിയെടുത്ത യാത്രക്കാരെ ബന്ദികളാക്കിയ സംഭവത്തിന് പിന്നാലെ ബലൂചിസ്ഥാനിൽ വീണ്ടും ഭീകരാക്രമണം. ഞായറാഴ്ച രാവിലെ സൈനിക വ്യൂഹത്തിന് നേരെ ചാവേർ സ്ഫോടനമുണ്ടായി. 90 സൈനികരെ വധിച്ചെന്ന വിഘടന സംഘടന ആയ ബലൂച്ച് ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു. എന്നാൽ ഇക്കാര്യം പാകിസ്ഥാൻ നിഷേധിച്ചു എന്നുള്ളതാണത്. ഒപ്പം ക്രൂട്ടൺ എത്തി സ്വീകരിച്ച സുനിതയും വിൽമോറും എന്ന തലക്കെട്ടോടെയുള്ള വാർത്ത. 9 മാസമായി ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിനെയും സഹയാത്രികൻ ബൂച്ച് വിൽമോറിനെയും മടക്കിക്കൊണ്ടുവരാനായി നാസയും സ്പേസ് എക്സും ചേർന്ന് വിക്ഷേപിച്ച ക്രൂട്ടൺ ദൗത്യം ഞായറാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ലഹരിക്കെതിരെ യുദ്ധം എന്ന തലക്കെട്ടോടുകൂടി ബംഗളൂരു, ഇംഫാൽ, ഗുവാഹട്ടി എന്നിവിടങ്ങളിലായി ലഹരിവേട്ട. 75 കോടി വില വരുന്ന 37.8 കിലോഗ്രാം MDMAയുമായി 2 ദക്ഷിണാഫ്രിക്കൻ യുവതികളെ മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ചിൽ പോലീസാണ് ബംഗളൂരുവിൽ അറസ്റ്റ് ചെയ്തത്. ബോംബഫാൻഡ, അബിഗെയിൽ അഡോണിസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഹോസ്റ്റലിലെ ലഹരി പണം പിരിച്ച വിദ്യാർത്ഥി പിടിയിൽ. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ഹോസ്റ്റലിലെ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു വിദ്യാർത്ഥി കൂടി പിടിയിൽ. മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥി കൊല്ലം കരുനാഗപ്പള്ളി പുന്നംകുളം മഠത്തിൽ അനുരാജാണ് പിടിയിലായത്. അനുരാജിൻ്റെ നേതൃത്വത്തിലാണ് ഹോളി ആഘോഷത്തിനായി കുട്ടികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. കാകദർശി എന്ന കാർട്ടൂൺ പരമ്പരയിൽ US-ലെ കുഴികളും കൂടാരങ്ങളും മാലിന്യവും ചുമരെഴുത്തുകളും മോദി കാണരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ടായിരുന്നുവെന്ന് ട്രംപ്. മതിൽ കെട്ടിയാൽ മതിയായിരുന്നുവെന്ന് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. മാതൃഭൂമിയുടെ ഇന്നത്തെ ചിത്രമായി നൽകിയിട്ടുള്ളത് നാടിനായി പോരാടാൻ എന്ന തലക്കെട്ടോടുകൂടി തൃശ്ശൂർ പോലീസ് അക്കാദമിയിൽ നടന്ന സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിന് ശേഷം അച്ഛൻ മെപ്പയ്യൂർ നരക്കോട് ഊരാളിക്കുനി വീട്ടിൽ കിരണിനെ സല്യൂട്ട് ചെയ്യുന്ന മാനവ് മകൻ്റെ ചിത്രം നൽകിയിരിക്കുന്നു. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ, ദീപികയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കർണാടകയിലും അസാമിലും വൻ ലഹരിവേട്ട എന്ന വാർത്തയ്ക്കാണ് പ്രാധാന്യമേറെ നൽകിയിരിക്കുന്നത്. ലഹരി വ്യാപനം ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി എന്ന വാർത്തയ്ക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ലഹരി വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി. 24 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മന്ത്രിമാരും പോലീസ്, എക്സൈസ് വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ലഹരിക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗം വിലയിരുത്തും. ലഹരി എത്തിക്കുന്നവരെയും ലഹരിയുടെ ഉറവിടം കണ്ടെത്തുന്നതിനടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിക്കേണ്ട നടപടികളും യോഗം ചേർന്ന് ചർച്ച ചെയ്യും. ആലുവ മൂന്നാർ രാജപാത തുറക്കണം. ജനമുന്നേറ്റ യാത്രയിൽ അണിനിരുന്നത് ആയിരങ്ങൾ എന്ന തലക്കെട്ടോടെയുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ആദ്യ പേജിൽ ഏറ്റവും മുകളിലായി നൽകുന്നുണ്ട്. പഴയ ആലുവ മൂന്നാർ റോഡിൽ പൊതുജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന ജനമുന്നേറ്റ യാത്രയിൽ ആയിരങ്ങൾ അണിനിരുന്നു. പൂയംകുട്ടിൽ നിന്ന് ആരംഭിക്കുന്ന രാജപാതയുടെ ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളുടെയും മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു യാത്ര. AK പുതുശ്ശേരി അന്തരിച്ചു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. സാഹിത്യകാരനും സാമൂഹ്യ പ്രവർത്തകരും ആയ AK പുതുശ്ശേരി അന്തരിച്ചു. വാർദ്ധക്യസഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുറച്ചുകാലമായി വിശ്രമത്തിലായിരുന്നു. കൈക്കൂലി കേസ് അലക്സ് മാത്യു റിമാൻഡിൽ എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിൻ്റെ പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ DGM അലക്സ് മാത്യു റിമാൻഡിൽ. ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്ന് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അലക്സ് മാത്യു വിജിലൻസിൻ്റെ പിടിയിലായത് എന്ന വാർത്തയ്ക്ക് ഇടമേറെ. സൈബർ തട്ടിപ്പ് അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ. രാജ്യത്തെ സൈബർ തട്ടിപ്പ് കേസുകൾ തീർപ്പാക്കുന്നതിനും നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിനും അതിവേഗ കോടതി സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പണം കണ്ടെത്താൻ സാധിച്ചെങ്കിലും നഷ്ടപ്പെട്ടവരിലേക്ക് തിരികെ എത്തിക്കുവാൻ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിലെ IT സ്ഥിരം സമിതിക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. കേരള പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്യുന്ന വാർത്തയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. ആദ്യ പേജിൽ ഏറ്റവും താഴെയായി പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാരന് കുത്തേറ്റു എന്ന വാർത്തയ്ക്കിടമുണ്ട്. മോഷണ കേസിലെ പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാരന് കുത്തേറ്റു. ഗാന്ധിനഗർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ സുനു ഗോപിക്കാണ് കുത്തേറ്റത്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ, സുസ്വാഗതം സുനിത എന്ന തലക്കെട്ടോടുകൂടി ബഹിരാകാശത്ത് നിന്ന് മടങ്ങിയെത്തുന്ന സുനിത വില്യംസിനും സഹയാത്രികൻ്റെയും വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം മാധ്യമം നൽകുന്നു. ലഹരിക്കടത്ത് എന്ന തലക്കെട്ടോടുകൂടി ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം ഒരു കോളത്തിൽ ചേർത്തിട്ടുണ്ട് മാധ്യമം. 24 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. കർണാടകയിൽ വൻ മയക്കുമരുന്ന് വേട്ട എന്നടക്കമുള്ള വാർത്തകൾ അതിനോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്നു.
യമനിൽ US ആക്രമണം 31 മരണം. ഹൂതികൾക്കെതിരെ ആക്രമണത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഉത്തരവിട്ടത് എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. യമനിലെ ഹൂതി വിമതരുടെ ശക്തി കേന്ദ്രങ്ങളിൽ US വ്യോമാക്രമണം. ശനിയാഴ്ച വൈകിട്ട് ഞായറാഴ്ച രാവിലെയുമായി നടന്ന ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 31 പേർ കൊല്ലപ്പെട്ടതായും 101 പേർക്ക് പരിക്കേറ്റതായും ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ചന്ദന കൃഷി നിക്ഷേപം അന്വേഷണത്തിന് നിർദ്ദേശം എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം മാധ്യമത്തിൽ ഏറ്റവും താഴെ നൽകുന്നു. വയനാട്ടിലെ ചന്ദന കൃഷിയെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ജില്ലാ പോലീസ് മേധാവി തബോഷ് ബസുമതാരിയുടെ നിർദ്ദേശം. 15 ലക്ഷം രൂപ മുടക്കിയാൽ 15 വർഷം കൊണ്ട് കോടികൾ സമ്പാദിക്കാമെന്ന വാഗ്ദാനവുമായി നിക്ഷേപകരെ ആകർഷിച്ച എറണാകുളം ആസ്ഥാനമായ കമ്പനി ചന്ദന കൃഷി നടത്തുന്ന സംഭവത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടത്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ ഭീകരരുടെ കേന്ദ്രം മോദി ട്രംപ് ആത്മസുഹൃത്ത്. പാകിസ്ഥാൻ ഭീകരരുടെ കേന്ദ്രം എന്ന മോദി പാകിസ്ഥാനിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. കേരള കൗമുദി ഇടത് ഭാഗത്ത് സുനിത വില്യംസിന്റെ സഹയാത്രികയുടെ ചിത്രം നൽകിയിരിക്കുന്നു. താഴെയായി വീഴരുതേ ലഹരിയിൽ എന്ന തലക്കെട്ടോടുകൂടി ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. കേരള കൗമുദി ഓപ്പറേഷൻ ഡി ഹണ്ട് 284 പേർ അറസ്റ്റിൽ. 9497927797 എന്ന നമ്പറിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കിട്ടിയാൽ വിളിച്ചറിയിക്കുവാനുള്ള മുന്നറിയിപ്പ്. ലഹരി മാഫിയയെ തകർക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. 24 ഉന്നതതല യോഗം. 75 കോടിയുടെ MDMAയുമായി വിദേശവനിതകൾ അറസ്റ്റിൽ. കർണാടകയിലെ ഏറ്റവും വലിയ ലഹരിവേട്ട എന്ന തലക്കെട്ടോടുള്ള ആ വാർത്തയുടെ വിശദവിവരങ്ങളൊക്കെ അതിൽ നൽകിയിട്ടുണ്ട്. ഉന്നത പഠനം മാറ്റിവെച്ച ഗോപിക കണ്ടെത്തിയ സ്നേഹ ബ്രൗണി സൂപ്പർ ഹിറ്റ് എന്ന ഒരു സ്പെഷ്യൽ സ്റ്റോറി നൽകിയിട്ടുണ്ട് കേരള കൗമുദി. പ്രളയശേഷം മണൽ നിറഞ്ഞത് 17 നദികൾ. വാരിയെടുക്കാമെന്ന സാൻഡ് ഓഡിറ്റ്. 11 ജില്ലകളിലെ ഒഴുകുന്ന 17 നദികളിൽ വാരിയെടുക്കാവുന്ന രീതിയിൽ വൻതോതിൽ മണൽ നിക്ഷേപം. മഹാപ്രളയത്തിന് ശേഷം അടിഞ്ഞുകൂടിയതാണിത്. പ്രളയ സാധ്യത ഒഴിവാക്കാൻ റവന്യൂ വകുപ്പ് നടത്തിയ സാൻഡ് ഓഡിറ്റിംഗിലാണിത്. 464.47 ലക്ഷം ക്യൂബിക് മീറ്റർ മണലാണ് ഈ നദികളിൽ ഉള്ളത്. ഇതിൽ 141.25 ലക്ഷം ക്യൂബിക് മീറ്റർ ഖനനം ചെയ്യാം. ഭാരതപ്പുഴയിലാണ് ഏറ്റവും അധികം 211.11 ലക്ഷം ക്യൂബിക് മീറ്റർ. ഇതിൽ 99.01 ലക്ഷം ക്യൂബിക് മീറ്റർ മണൽ ഖനനം ചെയ്യാം. അതിൻ്റെ വിശദവിവര പട്ടികയ്ക്ക് അതിനോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ ജനങ്ങൾ രക്ഷകരായിട്ടാണ് പോലീസിനെ കാണുന്നത്. അതനുസരിച്ച് ഉയർന്ന പ്രവർത്തനം വേണം. മുഖ്യമന്ത്രി ജീവൻ രക്ഷാപ്രവർത്തനം ഒന്നുകൂടി ഉഷാറാക്കണം എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ലഭിച്ചത് RSSൽ നിന്ന് എന്ന് പ്രധാനമന്ത്രി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ജന്മഭൂമി നൽകുന്നു. അതിനോടൊപ്പം വൻ മയക്കുമരുന്ന് വേട്ട. 88 കോടിയുടെ മെത്താംഫെറ്റാമിൻ, 75 കോടിയുടെ MDMA. വിദേശമരുന്നുകൾ പിടിയിൽ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് സംഘത്തിലെ 4 പേർ അറസ്റ്റിൽ. വയനാട്ടിലെ ചന്ദനത്തോപ്പ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു എന്ന വാർത്തയ്ക്ക് ജന്മഭൂമി വലിയ പ്രാധാന്യം നൽകുന്നു. 90 പാക് സൈനികരെ വധിച്ചെന്ന് BLA എന്ന വാർത്തയ്ക്ക് ഉൾപേജിൽ വലിയ പ്രാധാന്യം നൽകുന്നു. അരവിന്ദം ദേശീയ ഹ്രസ്വചിത്രോത്സവം സമാപനം ഗംഭീരം എന്ന തലക്കെട്ടോടുകൂടി അനശ്വര സംവിധായകൻ G. അരവിന്ദനെ സ്മരിച്ചും പ്രതിഭകളെ ആദരിച്ചും അഭിനന്ദിച്ചും അരവിന്ദം നാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ KSUവിൽ ലഹരിത്തല്ല. മദ്യലഹരിയിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ മർദ്ദിച്ചു. കൊല്ലുമെന്ന് ഭീഷണി. സംസ്ഥാന നേതൃത്വത്തിന് KPCCക്കും പരാതി നൽകി. ഫ്രട്ടേണിറ്റിയുമായി ബന്ധമുള്ള വിദ്യാർത്ഥിയെ യൂണിറ്റ് പ്രസിഡന്റാക്കുന്നത് എതിർത്തിനാണ് മർദ്ദനം. മുഖത്ത് തുപ്പിയതായും പരാതി. ആഹ്ലാദം ആശ്ലേഷം ആകെ ആനന്ദം എന്ന തലക്കെട്ടോടുകൂടി ബഹിരാകാശ നിലയത്തിൽ നിന്നെത്തുന്ന സുനിത വില്യംസിൻ്റെയും ഒപ്പം സഹയാത്രികൻ്റെയും വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ദേശാഭിമാനി. ആ വാർത്തയുടെ ഇടതുഭാഗത്തായി പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരിവേട്ട. ഷാലിഖ് KSU നേതാവ് തന്നെ കൂടുതൽ തെളിവ് പുറത്ത് എന്ന തലക്കെട്ടോടുള്ള വാർത്ത. ഷൈഖ് KSU യൂണിറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴുള്ള സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ച പോസ്റ്റർ അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഒപ്പം ലഹരിക്കെതിരെ 24 ഉന്നതതല യോഗം എന്ന വാർത്തയ്ക്കും ചെറിയ പ്രാധാന്യം നൽകുന്നു ദേശാഭിമാനി. ബംഗളൂരുവിൽ വൻ ലഹരിവേട്ട. 25 കോടിയുടെ MDMAയുമായി വിദേശ യുവതികൾ അറസ്റ്റിലായി എന്ന വാർത്തയ്ക്കും പ്രാധാന്യമുണ്ട്. പാകിസ്ഥാനിൽ വീണ്ടും ആക്രമണം. 90 സൈനികരെ കൊന്നുവെന്ന് BLA. 3 പേരെന്ന് സർക്കാർ. ഹോളിക്ക് നിറം പൂശിയില്ല. ജുമാ മസ്ജിദിന് പോയ യുവാവിനെ തല്ലിക്കൊന്നു. ഉത്തർപ്രദേശിലെ ഉനാവിൽ ഹോളി ദിനത്തിൽ മസ്ജിദിൽ ജുമാ നമസ്കാരത്തിന് പോയ യുവാവിനെ ഹിന്ദു തീവ്രവാദികൾ തല്ലിക്കൊന്നു. ക്വാംസിം നഗർ സ്വദേശി ഷെരീഫാണ് കൊല്ലപ്പെട്ടത്. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ സുനിതയുടെ തിരിച്ചുവരവ്. വണ്ടി പോർച്ചിൽ റെഡി എന്ന തലക്കെട്ടോടുകൂടി സുനിത വില്യംസും ഒപ്പം സഹയാത്രികനും തിരിച്ചു വരുന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു മലയാള മനോരമ. മെല്ലെപ്പോക്ക് IAS ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രി നടക്കുന്നില്ല ഒന്നും. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ തീരുമാനങ്ങൾ പോലും നടപ്പാക്കാൻ വൈകുന്നു. വിമർശനം. ഫയലിലും വാക്കിലും നടപടിക്ക് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. ആശമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം ഇന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ. രാപ്പകൽ സമരം 36ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഇന്ന് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. അംഗനവാടി പ്രവർത്തകരും ഇന്നു മുതൽ സമരത്തിന്. 10 ആവശ്യങ്ങൾ നടപടിയില്ല. അടിയന്തര പ്രാധാന്യമുള്ള 10 ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം സർക്കാർ സമർപ്പിച്ചിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് അംഗനവാടി പ്രവർത്തകർ ഇന്ത്യൻ നാഷണൽ അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷൻ
നേതൃത്വത്തിൽ ഇന്നു മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം തുടരും. സ്ഥലമാറ്റം അപേക്ഷ മാലിന്യത്തിനൊപ്പം ജീവിതമാണ് മന്ത്രി, ഇങ്ങനെ വലിച്ചെറിയരുത്. ശാരീരിക പരിമിതിയുള്ള ആളുടെ അപേക്ഷ മന്ത്രിക്ക് നേരിട്ട് നൽകിയത്. ശാരീരിക പരിമിതിയുള്ള ഉദ്യോഗസ്ഥന് വേണ്ടി മന്ത്രിക്ക് നേരിട്ട് നൽകിയ സ്ഥലം മാറ്റ അപേക്ഷ റോഡരികിലെ മാലിന്യ കൂമ്പാരത്തിൽ. തൃശ്ശൂർ ഇരിങ്ങാലക്കുട സംസ്ഥാന പാതയ്ക്ക് സമീപം തിരുവുള്ളക്കാവ് പാറക്കോവിൽ റോഡരികിൽ തള്ളിയ മാലിന്യത്തിനാണ് മന്ത്രി ആർ ബിന്ദുവിന് നൽകിയ അപേക്ഷ കണ്ടെത്തിയത്. കുഞ്ചുക്കുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ താൻ പറഞ്ഞിട്ട് പോലും ഒന്നും നടക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി. ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി എല്ലാം കടന്നു വരണ്ടേ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും പത്രവിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.